ഹലോ, എൻ്റെ യാത്രകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തേക്കൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. അതിരാവിലെയാണ് ഇപ്പോൾ സമയം. നമ്മളൊരു 5 മണിക്ക് 5:30 ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ തിരുനാവായ റെയിൽവേ ഗേറ്റിൻ്റെ മുകളിലെത്താനായി. തിരുനാവായ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇലക്ട്രിക് കാറായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രിക് കാറായിട്ട് നമ്മൾ ഇത്രയും ദൂരം പോകുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ തെക്കൻ ജില്ലകൾക്ക് മുമ്പ് ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണാം. തെക്കൻ ജില്ലയിൽ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. കോട്ടയം കുമരകമൊക്കെ പോയിട്ടുണ്ട്. കുമരകത്തു നിന്ന് നമ്മൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തിരുനാവായ നമ്മൾ ഗേറ്റിൻ്റെ മുകളിൽ കൂടി പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ടോൾ ഗേറ്റ് ഉണ്ട്. ടോളിൻ്റെ ഗേറ്റ് കിടന്നാൽ നമ്മൾ തിരുനാവായ എത്തി. നമ്മൾ ഭാരതപ്പുഴൻ്റെ വക്കിലെത്തിക്കണ്. തിരുനാവായ കഴിഞ്ഞു, കുറ്റിപ്പുറത്താറായി. 6 മണിയാണ് ഇപ്പോൾ സമയം. നമ്മൾ ഓരോ ട്രിപ്പിലും ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയില്ലല്ലേ. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം എത്തി. കുറ്റിപ്പുറം പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. രാവിലത്തെ കുറ്റിപ്പുറം ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ വ്യൂ ആണിത്. പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. എടപ്പാളെത്തി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. എടപ്പാൾ ഓവർ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. എടപ്പാൾ ടൗണിലാണ് ഇപ്പോൾ ഇതുള്ളത്. നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ചങ്ങരംകുളം പിന്നിട്ടിട്ടിരിക്കുന്നു. ചങ്ങരംകുളം കഴിഞ്ഞ് നല്ലൊരു സൂര്യോദയം കണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഇതൊരു നല്ല രസമുണ്ടല്ലേ. ഒരു ഹോട്ടലും ഇതൊക്കെ സെറ്റപ്പ് മേലെ ഉയർത്തിക്കാണ്ട്. കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിക്കണ്. നല്ല ഉറക്കത്തിലാണ്. 7 മണി നല്ല ഉറങ്ങാണ്. അങ്ങനെ നമ്മൾ കുന്നംകുളം എത്തിയിരിക്കുന്നു. കുന്നംകുളം പിന്നിട്ട് അങ്ങനെ നമ്മൾ കുന്നംകുളം പിന്നിട്ട് നമ്മൾ കേച്ചേരി കഴിഞ്ഞു. കേച്ചേരി കഴിഞ്ഞ് കുറേ അങ്ങ് പോയപ്പോൾ നല്ല കോൺക്രീറ്റ് റോഡുണ്ട്. കുറേ കിലോമീറ്ററുകളോളം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നല്ല റോഡാണ്. നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. രാവിലെ ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നുമില്ല. നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് ഞങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല. ഇവിടുന്ന് നല്ല ടാർ ചെയ്ത റോഡുകളാണ്. ഇതുവരെ തന്നെ കോൺക്രീറ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തേക്കുള്ള പോക്കിലാണ്. വണ്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് മൂവാറ്റുപുഴ അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടി വരും. അതുവരെ നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ തന്നെ നമുക്ക് തൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുപുഴ എത്തും. അവിടെ തന്നെ നമുക്ക് അടുത്ത ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. ഒന്നും കഴിക്കാതെ പോകുന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തണം.
അങ്ങനെ ഞങ്ങൾ മുരിങ്ങൂർ ഇന്ത്യൻ കോഫി ഹൗസിൽ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. 8:30 ആയി സമയം. രാവിലെ 8:30 ഇന്ത്യൻ കോഫി ഹൗസ് മുരിങ്ങൂർ വടക്കുമുറി അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥലം അങ്കമാലി ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ശബരിമല റോഡിന് തിരിഞ്ഞ് അങ്ങനെ അതാ പോകുന്ന ഒരു KSRTC മുന്നിലുണ്ട്. അങ്കമാലിയാണ്. ശബരിമലയ്ക്ക് 161 കിലോമീറ്റർ, കോട്ടയം 110. അങ്ങനെ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തും. അതാ അവിടെ ഒന്ന് പെട്രോൾ പമ്പിലൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. കൊച്ചി കഴിഞ്ഞ് കീഴിലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ കയറിയത്. മൂവാറ്റുപുഴ എത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴയാണ് ഇപ്പോൾ ഉള്ളത്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കാം. ചാർജ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുകയാണ്. മൂവാറ്റുപുഴ ചാർജ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാർജ് സ്റ്റേഷൻ്റെ ആണുള്ളത്. KCBയുടെ ചാർജ് മോഡിൻ്റെ ചാർജ് സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത്. വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അത് 16% ഞങ്ങൾ കോട്ടക്കലിൽ നിന്ന് 2 താണിക്കുന്ന ഇവിടെത്തി. അതാ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ നമ്മൾ തൊടുപുഴയിലേക്ക് വന്നതാണ്. ഇവിടെ KCBയുടെ ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. സ്റ്റൗവും കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. വണ്ടി ചാർജിങ്ങിലാണ്. ഞങ്ങളിതാ ചാർജിങ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ വണ്ടി ചാർജിങ്ങാണ്. ആ ടൈമിൽ ഞങ്ങളിത് AC ഇട്ട് കണ്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഞങ്ങൾ നൂഡിൽസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിന്നിട്ടൊക്കെ പോകാനുള്ളതാണ്. ഇതാ ഇപ്പോൾ 42% ആയിട്ടുണ്ട്. ചാർജിങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 100% ആക്കിയിട്ട് തിരുവനന്തപുരം പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇതുള്ളത് തൊടുപുഴയാണ്. അതാ ചാർജിങ് സ്റ്റേഷനിൽ ഞങ്ങളിതാ ചാർജ് ചെയ്തിട്ട് പോവുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടിലേക്ക് പോവുകയാണ്. തൊടുപുഴയിലാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. മെല്ലെ മെല്ലെ ഫുള്ള് ചാർജ് ചെയ്തു. 100% ചാർജ് ചെയ്തു. അതുകൊണ്ട് ഇനി സമാധാനമായിട്ട് പോകാം. ഇനി ഒരു 20% ആകുമ്പോൾ എവിടെയെങ്കിലും ചാർജ് ചെയ്യണം. അതിൻ്റെ നമുക്ക് തിരുവനന്തപുരം എത്താമെന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ പത്തനംതിട്ട അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഇവോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ കീഴിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടുന്ന് ചാർജ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ നമ്മൾക്ക് ഏതോ ചെറിയ പോക്കറ്റ് റോഡ് കൂടെയൊക്കെ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഏതൊരു പാല എത്താറായി. ഏതൊരു പോക്കറ്റ് റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല കൈതച്ചക്കത്തോട്ടമുണ്ട്. കൃഷികളാണ്. പാലായിലേക്ക് പോകുന്ന റൂട്ടിൽ കൈതച്ചക്കട പാലായുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഏതോ ഗ്രാമങ്ങളുടെ കൃഷിത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പാല എത്താൻ അയക്കണമെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് പോകുന്ന റൂട്ട്. ഏതായാലും സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കണ്. 1 മണി ആകാറായി. ഇവിടുത്തെ പൊൻകുന്നത്താണ്. ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയത്. ഇനി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പൊൻകുന്നം ആണിപ്പോൾ ഉള്ളത്. Northwest on National Highway 183 toward Post Office Road, then turn left onto Ponkanam Manamala Road. ശബരിമല പോണ റൂട്ടിലാണ്. മൂന്നാർ പുനലൂരിന്ന് പോന്ന് കാഞ്ഞിക്ക് പോകുന്ന റൂട്ടിലാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. നല്ല കാടാണ്. നല്ല രസമുണ്ട്.
കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോണ കാര്യമല്ലേ. വിറക് ശേഖരിച്ച് കൊണ്ടുപോകുന്നു ചേച്ചിമാരില്ലേ, വിറക് കൊണ്ടുപോകണില്ല കാട്ടിൽ. അങ്ങനെ നമ്മൾ പത്തനംതിട്ട വഴിയാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ട എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ടേ പോവുള്ളൂ. അവരെ വീട്ടിൽ പോകണം എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങാടിയാണ് റാന്നിയിലേക്ക് എത്തിക്കണേ. റാന്നി തന്നെയല്ലേ അതീവ. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാറായി, വണ്ടിയുടെ ചാർജ് ചെയ്യാനായതുകൊണ്ട് നമ്മളിവിടെ നിർത്തി. പൊന്നാരക്കുളഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇവോക്കിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. അവിടെ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി നമ്മൾ ചാർജ് ചെയ്യാണ്. ഇതാണ് നമ്മളുടെ ഇവോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് ഓഫ് കേരള സംഘടനയുടെ കീഴിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ. ഇത് നമ്മളുടെ രജിസാറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ കീഴിലുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. നമ്മൾ കേരളത്തിൽ മൊത്തം 25 സ്റ്റേഷൻസുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അതിലാണ് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്തത്. നമ്മൾ സമയം 5 മണി കഴിഞ്ഞ് ചാർജിങ് ഒക്കെ കഴിഞ്ഞത് പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മളെ ഫ്രണ്ടിനെ റീന ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അവിടെ പോയതിന് ശേഷം നമുക്ക് റജിസാറിനെ കാണാനും പോകണം. യുവോക്കിൻ്റെ സംഘടനയുടെ ഡയറക്ടറായ റജിസാറെ കാണാൻ വേണ്ടിയിട്ടും പോകണമെന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അവിടെയും പോകും. കൊട്ടാരക്കരയിലേക്ക് പോകണം. കൊട്ടാരക്കരയിലെ നമ്മളുടെ ഫ്രണ്ട് ഉള്ളത്. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയൊക്കെയാണ് പോണത്. നല്ല പാടങ്ങളും കായലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടിയാണ് പോണത്. ബോർഡ് നെയിം ബോർഡ് ഇട്ടുന്നവരെടുക്കാം. അപ്പോൾ അതാ കൊട്ടാരക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അത് നമ്മൾ കൊട്ടാരക്കര മഹാത്മാനഗറിലെത്തി. ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫ്രണ്ട് റീന ചേച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. അങ്ങനെ റീന ചേച്ചി വന്നു. നമ്മളിതാ വീട്ടിലൊക്കെ പോയി അവരെ വീടൊക്കെ കണ്ടു. നമ്മളിതാ ഇനി അവിടുന്ന് ഭക്ഷണമൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ട് നമ്മളിതാ പോവാണ്. പിന്നെയും നമുക്ക് മറ്റുള്ള സുഹൃത്തിനെയും കൂടി കാണാനുണ്ട്. നമ്മളുടെ ഇവോക്കിൻ്റെ ഡയറക്ടറായ റജിസാറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കൊട്ടാരക്കര തൊട്ടടുത്ത് തന്നെ റജിസാറെ വീട്. ഞങ്ങൾ അവിടെയും കയറി. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് താറാവിറച്ചിയും ചപ്പാത്തിയൊക്കെ കഴിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വീണ്ടും യാത്രയായി. അതെ കടയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളിതാ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ളൊരു റൂമിൽ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. കടയ്ക്കൽ ഭാഗത്താണ്. അപ്പോൾ അത് തിരുവനന്തപുരത്തേക്ക് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ റൂം എടുത്തു. അങ്ങനെ നേരെ വെളുത്തു. പുലർച്ചെ തന്നെ ഒരു 6 മണിയായിട്ടുള്ളൂ. ഇവിടെ തിരുവനന്തപുരം കടക്കലാണ് ഇപ്പോൾ ഉള്ളത്. 10 മണിക്കാണ് ഇവിടെ നിന്നാണ് റൂം എടുത്തത്. റൂം എടുത്ത് കണ്ട് ഇവിടെ താമസമാണ്. ഇപ്പം ഇന്ന് ഇവിടെ തിരുവനന്തപുരം എല്ലായിടത്തും കറങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ പൊന്നൂസ് ടീ ഷോപ്പ്. രാവിലെ തന്നെ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പൊന്നൂസ് ടീ ഷോപ്പിലാണ്. ഇന്നലെ നമ്മൾ രജിസാറെ വീട്ടിലൊക്കെ പോയി പിന്നെ ഇവിടെ വന്ന് കണ്ട് റൂം എടുത്താണ്. കടയ്ക്കലാണ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം. ഇന്ന് ഫുള്ള് ഇവിടെ കറങ്ങിയിട്ട് പോകണം. തിരുവനന്തപുരം ഫുള്ള് ഇന്ന് കണ്ടിട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കടയ്ക്കൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ്. റൂമൊക്കെ മാറ്റി പുറപ്പെടുകയാണ്. കടയ്ക്കൽ നിന്ന് ഞങ്ങളിതാ ലുലു മാൾ അല്ലെങ്കിൽ ചെറായി ബീച്ച് ചെറായി ബീച്ചല്ല വർക്കല ബീച്ച് പോകണം എന്നൊക്കെയാണ് കരുതുന്നത്. അതിന് മുമ്പ് വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. അത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് തിരുവനന്തപുരം ഇവിടെ കടക്കലിൽ നിന്ന് ഞങ്ങളിത് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കണ്ടത് പോകാൻ നിൽക്കുകയാണ്. ലുലു മാൾ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ നമുക്കൊന്ന് വണ്ടി ചാർജ് ചെയ്യണം. വണ്ടിയുടെ ചാർജ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ആദ്യം വണ്ടി ചാർജ് ചെയ്യണം. അതിൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കും വേണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കുട്ടികൾ. ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിത് ചാർജ് സ്റ്റേഷൻ തിരഞ്ഞു പോവാണ്. ഇവോക്കിൻ്റെ ചാർജ് സ്റ്റേഷനാണ് തിരഞ്ഞു പോകുന്നത്. അത് എവിടെയാണെന്നറ നിലമേലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിതാ ഈ VK സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് തിരുവനന്തപുരത്ത്. യുവോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷന് ഇവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി ചാർജിങ് ആണ്. ഞങ്ങളിതാ വെയിറ്റ് ചെയ്യാണ് ചാർജിങ്ങിന് വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മൾ വീണ്ടും ഈ വോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനിലാണ് ചാർജ് ചെയ്യണത്. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ നാസ്ത കഴിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വലിയ വില ഒന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ്, നല്ല ഭക്ഷണമാണ് അവിടെ. രാവിലെ പുട്ടും കടലയും ദോശയും മറ്റുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഭീമാപ്പള്ളിയാണ്. ഭീമാപ്പള്ളി ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോണത്. കൂടാതെ ഇപ്പോൾ ലുലു മാൾ ഓപ്പൺ ആയിട്ടില്ല, 10 മണിക്ക് ശേഷം ലുലു മാൾ ഓപ്പൺ ആവുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് പോകുന്നത് ഭീമാപ്പള്ളിയിലാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കണ്ട് ഭീമാപ്പള്ളി ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ്. നമ്മൾ പോകുന്നതും ലുലു മാളിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് പോകുന്നത്. പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ലുലു മാളിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഭീമാപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശവും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിറഞ്ഞിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ നമ്മൾ പോണത്. NH 66-ൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. NH 66-ലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഭീമാപ്പള്ളിയിലേക്ക് പോകണേ. ഭീമാ ദർഗ മസ്ജിദ്. തിരുവനന്തപുരത്ത് പുതിയതായി തുടങ്ങിയിട്ടുള്ള ലുലു മാളിൻ്റെ പരിസരത്തെത്തി നമ്മൾ. ലുലു മാളാണ് ഈ കാണുന്നത്. ലുലു മാളിൻ്റെ പാർക്കിംഗ് ആണത്. നമ്മൾ തൊട്ട് ലുലു മാളിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഭീമാപ്പള്ളിയുടെ പരിസരത്തെത്തി. അവിടെ പാർക്കിംഗ് അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് കാറിൽ ചാർജിങ് സ്റ്റേഷൻ നോക്കി നമ്മൾ സുഖമായിട്ട് മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ എത്തിയിരിക്കുകയാണ്. സലാല മൊബൈൽ ഇവിടെ ഗേറ്റ് അതാ. ഞങ്ങൾ ഭീമാപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ പാർക്കിങ്ങിൻ്റെ തിരഞ്ഞെടുക്കുകയാണ്. പാർക്കിംഗ് വള്ളിതാ. ഞങ്ങൾ ഭീമാപ്പള്ളിയിലെത്തി. ഭീമാപ്പള്ളി പരിസരത്ത് വണ്ടി പാർക്ക് ചെയ്ത്. ഭീമാപ്പള്ളിയാണത്. തിരുവനന്തപുരം വന്നപ്പോൾ ഞങ്ങൾ ഭീമാപ്പള്ളി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭീമാപ്പള്ളി പരിസരമാണിത്. ഭീമാപ്പള്ളിയുടെ പരിസരമാണിത്. ഭീമാപ്പള്ളിയുടെ അടുത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. തിരക്കൊന്നുമില്ല. അതിരാവിലെ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. പള്ളിയുടെ സമയമായാൽ നിസ്കാരത്തിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണത്. പള്ളിയുടെ പരിസരത്ത് നിറയെ ആടുകളും മാടുകളൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം ഷോപ്പിങ്ങുകളുണ്ട്. ഷോപ്പുകൾ ധാരാളം തുറന്നിട്ടുണ്ട് പലയിടത്തും. ഞങ്ങളവിടെ പരിസരമൊക്കെ ഒന്ന് നടന്ന് കണ്ട്. പിന്നെ കൂടാതെ ദർഗൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥനയൊക്കെ കഴിച്ചു. പിന്നെ ധാരാളം ഫോട്ടോസുകളൊക്കെ ചുറ്റുഭാഗത്തുനിന്ന് നടന്നെടുത്തു. ചുറ്റുഭാഗം നടന്നു കണ്ടു. മറ്റേ ആൾ അരിയൊക്കെ തിന്നാണ് ഇവിടെ നിന്ന്. ഭീമാപ്പള്ളിയിലെ ആടുകളാണ്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ കുറേ പ്രാവുകളും ഉണ്ട് കേട്ടോ. പ്രാവിൻ്റെ കൂടുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വേറൊരു ആകർഷണമാണ് ഭീമാപ്പള്ളിയിലെ. കുറേ കച്ചവടക്കാരും പല മാർക്കറ്റുകളൊക്കെ ഉണ്ട്.
കച്ചവടക്കാരൊക്കെ ഉണ്ട് ഭീമാപ്പള്ളിയുടെ പരിസരത്ത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ഭീമാപ്പള്ളി കഴിഞ്ഞ് ഞങ്ങളിതാ കോവളം ബീച്ചിക്ക് പോവാണ്. കോവളം ബീച്ചിക്കുള്ള റൂട്ടിലാണിത്. വിഴിഞ്ഞം ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അവിടേക്കൊന്നും സമയമില്ല. നമുക്കൊരു ദിവസം കൊണ്ട് തിരുവനന്തപുരം മൊത്തം കറങ്ങണം. അതുകൊണ്ട് നമ്മൾ ആദ്യം കോവളം ബീച്ചിലേക്ക് പോവാണ്. വിഴിഞ്ഞം ബീച്ചും ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതാ കോവളം ബീച്ചിക്ക് പോവാണ്. അതാ നമ്മൾ കോവളം ബീച്ചിലേക്ക് പോവാണ്. കോവളം ബീച്ചിലാണ് നമുക്ക് സ്കൂബ ഡൈവിങ്, ബനാന ബോട്ട് റേസ്, ബോട്ടിങ്, പിന്നീട് ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പല സ്ഥലങ്ങളും കാണിച്ചു തരുന്ന പല പരിപാടികളും ഉണ്ട് അവിടെ. പല ആക്ടിവിറ്റീസും ഉണ്ട്, മസാജിങ് സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെയൊക്കെ പോകാനുള്ള ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. ധാരാളം ടൂറിസ്റ്റുകളൊക്കെ, പല വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിച്ചിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കോവളം ബീച്ച്. കോവളം ആവാട് ദേവി ക്ഷേത്രം. അടുത്തുള്ള ദേവിയാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. നല്ല കൈ ഇങ്ങനെ സ്പീഡ് കൊണ്ടല്ലേ, എല്ലാം കൊണ്ടുപോകും. ഇതൊക്കെ എടുത്തു, അതൊക്കെ കോവളം കണ്ട ആൾക്കാർ. കോവളല്ലേ, ഇതൊരു വലിയ ഹോട്ടലാണ്. ദ ലീല ഹോട്ടൽ കോവളം. ലീല ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ. ഇനി ഇത് നേരെ കടലിക്ക് വേറെ അവിടെ പാർക്ക് ചെയ്യുക, കടലിക്ക് നടക്കുക. അതടുത്ത സ്കൂബ ഡൈവിങ്ങിന് പോകണം. അങ്ങനെ നമ്മളിതാ കോവളം ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അടുത്ത പാർട്ടിൽ കാണാം. തിരുവനന്തപുരത്ത് നിന്ന് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുക. എൻ്റെ യാത്രകൾ ഷാനവാസ്.